ബ്രിട്ടനിൽ ലേബർ പാർട്ടി നേതാവ് ആൻഡി ബെൻഹം പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായി. ചാൾസ് രാജാവ് ആൻഡി ബെൻഹമിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. ഈ മാസം 18-നാണ് മുൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചത്. വിവരങ്ങളുമായി ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേർന്നത്. ഐസൻ, കെയർ സ്റ്റാമറിന്റെ രാജിക്ക് പിന്നാലെ പുതിയ പ്രധാനമന്ത്രി വരികയാണ് ബ്രിട്ടനിൽ. എങ്ങനെയാണ് പുതിയ വിവരങ്ങൾ? ഒപ്പം തന്നെ ഈ ഒരു അധികാര കൈമാറ്റം അത് ബ്രിട്ടനിൽ അത് എങ്ങനെയൊക്കെ സ്വാധീനിക്കപ്പെടും? ഒപ്പം തന്നെ ഒരുപാട് ഭാരതീയരുള്ള ഒരു സ്ഥലം കൂടിയാണല്ലോ ഇപ്പോൾ ബ്രിട്ടൻ. ഐസനിലേക്ക് വരാം. നമുക്ക് അതിനു മുൻപ് ഒരു പ്രതികരണത്തിലേക്ക്. I have just come from Buckingham Palace, where I have accepted His Majesty the King's invitation to form a government. ഐസൻ പറയാം. തീർച്ചയായും ഇന്ന് ഏതാണ്ട് അല്പസമയം മുമ്പാണ് ആൻഡി ബെൻഹം പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുകയും സർക്കാർ രൂപീകരിക്കാനുള്ള ചാൾസ് രാജാവിൻ്റെ ക്ഷണം തനിക്ക് ലഭിച്ചതായി അല്പസമയം മുമ്പ് കേട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാനും സാധിച്ചത്. നമുക്കറിയാവുന്നതാണ്, ദിവസങ്ങൾക്ക് മുമ്പാണ്, ഏതാണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ് മുൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രാജിവെച്ചത്. പാർട്ടിക്കുള്ളിലെ പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കെയർ സ്റ്റാമർ രാജിവെച്ചത്. തുടർന്നാണ് ഈ അടുത്ത കാലത്ത് ഉപതെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആൻഡി ബെൻഹം പുതിയ പ്രധാനമന്ത്രിയായി നിയമിക്കപ്പെടുകയും ചെയ്തത്. അദ്ദേഹം നിയമിക്കപ്പെട്ടതിന് ശേഷം സർക്കാർ ഉണ്ടാക്കി റെസ്പോൺസിബിളായ ഒരു സർക്കാരായി തീരാനുമുള്ള ഉദ്ദേശമാണ് തൻ്റേതെന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തെ ലേബർ പാർട്ടി തങ്ങളുടെ നേതാവായി തെരഞ്ഞെടുത്തത്. ലേബർ പാർട്ടി നേതാവായി തെരഞ്ഞെടുത്ത ആ ദിവസം തന്നെ മുൻ പ്രധാനമന്ത്രി ഔദ്യോഗികമായി രാജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ രാജി സന്നദ്ധത അറിയിക്കുകയും കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയുമായിരുന്നു കെയർ സ്റ്റാമർ. ഇപ്പോൾ കെയർ സ്റ്റാമർ അദ്ദേഹത്തിൻ്റെ രാജി സമർപ്പിച്ചതിന് ശേഷം കൃത്യമായി പുതിയ സർക്കാർ ഉണ്ടാക്കാൻ രൂപീകരിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി ആൻഡി ബെൻഹാമിനെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിക്കുകയുമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ 7ാമത്തെ പ്രധാനമന്ത്രിയാണ്, 10 വർഷത്തിനിടെ 7ാമത്തെ പ്രധാനമന്ത്രിയാണ് അധികാരമേൽക്കുന്നത്. അത് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. താൻ ഇത്തരത്തിലൊരു സങ്കീർണമായ സാഹചര്യത്തിലേക്കാണ് ഈ അധികാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആൻഡി ബെൻഹാം ഈ അധികാര ചുമതല ഏറ്റെടുക്കുന്നതായി ഔദ്യോഗികമായി പുറത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ നമ്മൾ ഈ വാക്കുകൾ കേട്ട ആ പ്രസ്താവനയ്ക്കിടെ തൊട്ട് പിന്നാലെ പറഞ്ഞു വെക്കുകയും ചെയ്തത്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരു മാറ്റത്തിൻ്റെ സർക്കാർ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നതെന്നാണ് അറിയാനും സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സ്ഥിരതയാർന്ന ഒരു ഗവൺമെൻറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്ന കൃത്യമായ ലക്ഷ്യമാണ്. നമുക്കറിയാവുന്നതാണ്, ഈ 7 പ്രധാനമന്ത്രിമാർ 10 വർഷത്തിനിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിരത വലിയ വെല്ലുവിളി നേരിടുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ നിന്നും രാഷ്ട്രത്തെ കരകയറ്റുക എന്ന കൃത്യമായ ഉദ്ദേശമാണ് തനിക്കുള്ളത് എന്നും ആൻഡി ബെൻഹാം പറയുകയും ചെയ്യുന്നുണ്ട്. രാഖി.